ഈ ലോകത്തിലെ ജീവിത ശൈലികൾക്ക് യോഹന്നാൻ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ള വ്യക്തത അവിടെ തരുന്നു. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജീവിതവും അത് തന്നെയാണല്ലോ. നമ്മുടെ പാവപരിഹാരത്തിനായി ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് എങ്കിലും ലോകത്തിന്റെ ജീവിതമോ ലോകത്തിന്റെ വേദനകളോ ബുദ്ധിമുട്ടുകളോ തന്നെ കടന്നുപോകലോ ഒന്നും യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്തിയില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ കടന്നുപോകൽ അത്ര തീവ്രമായിരുന്നത് കൊണ്ടും മാനുഷികമായിട്ട് കടന്നു വന്നതും ദൈവിക ആത്മാവിൽ നിറഞ്ഞവനുമായ യേശുക്രിസ്തു മാനുഷിക തലത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ചില വേദനകൾ യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനെയും യേശുക്രിസ്തു പരാജയപ്പെടുത്തി. കാരണം തന്റെ ദൗത്യം ഇതല്ല, പിതാവിന്റെ കരങ്ങളിലേക്ക് പോകേണ്ടതാണെന്നുള്ള ബോധ്യം, ആ ബോധ്യമാണ് യോഹന്നാനിൽ നിലനിന്നതും നിലനിർത്തിയതും. അതേ ബോധ്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കേണ്ടത്. കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഭൂമിയുടേതായി ജീവിക്കുമ്പോൾ, ഇവിടുത്തെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ, കാണാൻ ആഗ്രഹിക്കുമ്പോൾ, നേടാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ക്ഷണിക കാലത്തെക്കുറിച്ചും നല്ല ബോധ്യം ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിനെ അറിയുന്നവനും ഉണ്ടായിരിക്കണം. അങ്ങനെ ലോകത്തിന്റെ സ്നേഹത്തിനൊരു പരിമിതി കൽപ്പിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിച്ച് കടന്നു പോകാൻ കഴിയുള്ളൂ. അവനാണ് ആകുലതയും അസ്വസ്ഥതകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നീക്കം ചെയ്യുവാൻ സ്വയമേ ദൈവാത്മാവിൽ കഴിയുള്ളൂ. കാരണം ലോകത്തിന്റെ ആഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തുന്നവൻ എപ്പോഴും ലോകത്തിൻ്റെതായി തീരുകയും ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവൻ എപ്പോഴും ദൈവത്തിൻ്റെതായി തീരുകയും ചെയ്യും. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവനെ ഒരിക്കലും ലോകത്തിന്റെ ആഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തില്ല എന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എപ്പോഴും. അപ്പൊ നമ്മൾ ലോകത്തിന്റെ ആഗ്രഹത്തിലേക്ക് ചുരുങ്ങി പോകേണ്ടവരാണോ, ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടവരാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ തലം കിട്ടുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവാത്മാവിൽ ദൈവത്തോടു കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വചനങ്ങൾ വായിച്ചു പോകുമ്പോൾ ഈ വചനങ്ങൾ നമുക്ക് തരുന്ന തിരിച്ചറിവെന്ത് എന്ന വ്യക്തതയാണ് ഒരു ക്രിസ്തു വിശ്വാസിക്കും ക്രിസ്ത്യാനിക്കും ഉണ്ടാകേണ്ടത്. ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നാളെ യോഹന്നാന്റെ സ്ഥാനത്ത് ഞാൻ വന്നാൽ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, ക്രിസ്തു രാജ്യത്തേക്ക് കടന്നു പോകാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ, എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഒരു താളപ്പിഴയോ ബുദ്ധിമുട്ടോ ആ ജീവിതത്തിൽ ഉണ്ടായാൽ ഞാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ നിലനിൽക്കും, എൻ്റെ പദ്ധതി എന്താണ് എന്ന് നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടോ എന്ന് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദൈവത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? നമുക്കൊരു പൂർണ്ണ വിടുതൽ എല്ലാവർക്കും ആവശ്യമാണ്. ആ വിടുതൽ എന്താണ്? ലോക ആഗ്രഹങ്ങൾ ഭൂമിയിൽ തൽക്കാലത്തേക്ക് മാത്രം നിലനിർത്തപ്പെടേണ്ടതാണെന്നും നിലനിൽക്കുന്നതാണെന്നും നമ്മുടെ ദൗത്യം തീരുന്ന സമയത്ത് അത് അവസാനിക്കുന്നു എന്നും ആ ദൗത്യം എപ്പോഴും നമ്മൾ ദൈവാലങ്കൃതമായിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിലും നിലനിന്നുകൊണ്ടാണോ നടത്തുന്നതെന്നുമുള്ള ബോധ്യം മനുഷ്യനുണ്ടാകണം. ഈ ബോധ്യം മനുഷ്യനിൽ വർദ്ധിപ്പിക്കലാണ് എല്ലാ ശുശ്രൂഷയുടെയും അടിസ്ഥാനം ചെയ്യേണ്ടത്. ബാക്കി എന്തൊക്കെ നമ്മൾ വചനം പ്രഘോഷിച്ചാലും പഴയ നിയമം പ്രഘോഷിച്ചാലും എന്തെല്ലാം വിളിച്ചു പറഞ്ഞാലും ഒക്കെ പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം മനുഷ്യന് കിട്ടുന്നില്ലെങ്കിൽ അത് വെറുതെ കടലിൽ നമ്മൾ പറയുമല്ലോ കായം കലക്കുന്നതിന് തുല്യം പോലെ.